റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 10-11 വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ദൈവത്തിന് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ച യേശു ദൈവത്തിന് വേണ്ടി ജീവിച്ചു. അതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും പാപസംബന്ധമായിട്ട് യേശുവിലൂടെ ക്രിസ്തുവിന് ലഭിച്ച് നമ്മൾ ക്രിസ്തുവിൽ മരിക്കണം പാപസംബന്ധമായിട്ട്. പിന്നീട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനും നമുക്ക് ഒരു വ്യത്യാസവുമില്ല. യേശു പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അങ്ങനെ ഒരിക്കലായിട്ട് മരിച്ച യേശു ദൈവത്തിന് വേണ്ടി ജീവിച്ചു. അങ്ങനെ നാം ഓരോരുത്തരും യേശുവിനെ പോലെ തന്നെ നമ്മൾ യേശുവിലൂടെ ക്രിസ്തുവിന് ലഭിച്ച് ക്രിസ്തുവിൽ മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിൽ മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും.